മിഗ് ഡിസൈൻ ബ്യൂറോയുടെ വികസനം പൂർത്തിയാക്കാൻ പോകുന്ന MiG-41 വിമാനത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതിനാൽ MiG-41 സേവനത്തിൽ അവതരിപ്പിക്കുന്നതിനുള്ള സമയക്രമം പോലെ അതിന്റെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കഴിവുകളും അസാധാരണമാണ്. എന്നിരുന്നാലും റഷ്യയുടെ വരാനിരിക്കുന്ന വിമാനത്തെക്കുറിച്ച് യഥാർത്ഥത്തിൽ എന്തെല്ലാം കൃത്യമായ വിവരങ്ങളുണ്ട് എന്നും അത് വികസിപ്പിക്കുന്നത് സാധ്യമാണോ എന്നും ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. റഷ്യയുടെ ഭാവി വിമാനങ്ങളെക്കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ റഷ്യൻ മാധ്യമങ്ങളിലോ ഔദ്യോഗിക പ്രതിനിധികളിലോ കണ്ടെത്താനാകുമെങ്കിലും ഇവയെല്ലാം ഇൻഫർമേഷൻ വാറിനായുള്ള റഷ്യയുടെ വിശാലമായ തന്ത്രമാണെന്നും ആരോപിക്കപ്പെടുന്നു. MiG-31 യുദ്ധവിമാനത്തിന് പകരമായാണ് നിലവിൽ MiG-41 വികസിപ്പിച്ചെടുക്കുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ വടക്കൻ കിഴക്കൻ അതിർത്തികൾ സംരക്ഷിക്കാൻ പ്രത്യേകമായി വികസിപ്പിച്ചെടുത്ത ഹെവി ഇന്റർസെപ്റ്റർ പോരാളികളായിരുന്നു മിഗ് സീരീസ് യുദ്ധവിമാനങ്ങൾ. 70.1 പ്രോജക്ടിന്റെ ഭാഗമായി അറിയപ്പെടുന്ന MiG-41 ഉപയോഗിച്ച് SR-71ന്റെ വേഗതയെ മറികടക്കുകയാണ് റഷ്യൻ ലക്ഷ്യം. സുഖോയ് 57 ശക്തി നൽകുന്നതിന്റെ ഒരു ഡെറിവേറ്റീവായ ഇതുവരെ അറിയപ്പെടാത്തൊരു എഞ്ചിൻ ഉപയോഗിച്ച് മാക് 3 മുതൽ മാക് 5 വരെ വേഗതയിൽ 2175 മുതൽ 3625 മൈൽ വരെ ദൂരം സഞ്ചരിക്കാൻ MiG-41ന് കഴിയുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് വഹിക്കുന്ന ആയുധങ്ങളിൽ ഹൈപ്പർസോണിക് പ്രൊജക്ടൈലുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം ഈ വിമാനത്തിന് 1,31,234 അടി വരെ ഉയരത്തിൽ പറക്കാനും ഒരു ഇന്ധന ടാങ്കിൽ 4,350 മൈൽ ദൂരം സഞ്ചരിക്കാനും കഴിയും. സ്രോതസ്സുകളെ ആശ്രയിച്ച് ഒരു 6ാം തലമുറ പോരാളികളുടെ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ മറവിൽ ഒരു കോമ്പാറ്റ് ലേസർ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പീരങ്കി ഉപയോഗിച്ച് ഇത് സജ്ജീകരിച്ചിരിക്കുന്നു. മിഖായൻ OKBയിൽ നടക്കുന്ന പദ്ധതിയായ MiG-41 ശീതയുദ്ധകാലത്തെ MiG-31 ഫോക്സൗണ്ട് സൂപ്പർസോണിക് ഇന്റർസെപ്റ്ററുകളെ മാറ്റിസ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു. ഉയർന്ന ആൾട്ടിറ്റ്യൂഡിലുള്ള ശത്രുവിമാനങ്ങളെ തടയുന്നതിനുള്ള ഒരു മികച്ച പരിഹാരമാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രത്യേകിച്ച് റഷ്യയുടെ വിശാലമായ വ്യോമാതിർത്തിയിൽ അതിക്രമിച്ചു കയറുന്ന അമേരിക്കയിൽ നിന്നോ അയൽ രാജ്യമായ ചൈനയിൽ നിന്നോ ഉള്ള ചാരപ്പണി പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന ലക്ഷ്യം. 1989-91 കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ച മൂലമുണ്ടായ പ്രക്ഷോഭം കാരണം MiG-31 സീരീസിന് പകരം വയ്ക്കാനുള്ള ഈ വിമാനത്തിന്റെ യാത്ര വെല്ലുവിളികളും തിരിച്ചടികളും നിറഞ്ഞതായിരുന്നു. ഈ തടസ്സങ്ങൾക്കിടയിലും 2025ഓടെ MiG-41ന്റെ ആദ്യ പറക്കൽ കൈവരിക്കുന്നതിനെക്കുറിച്ച് കമ്പനിക്കുള്ളിൽ ശുഭാപ്തി വിശ്വാസമുണ്ട്. MiG-41ന്റെ ആളില്ല വിമാന പതിപ്പുകൾ കൂടി നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന ഈ പദ്ധതിയെ PAC-DP അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് എയർക്രാഫ്റ്റ് ലോങ് റേഞ്ച് ഇന്റർസെപ്റ്റർ എന്നും അറിയപ്പെടുന്നു. നിലവിൽ MiG-41നെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഒരു പരിധിവരെ അവ്യക്തമാണ് എങ്കിലും വിമാനം മാക് 3 മുതൽ 4 വരെയുള്ള വേഗതയിലെത്തുമെന്നും ബഹിരാകാശ നിലവാരത്തിനടുത്തുള്ള ഉയരത്തിലെത്തുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൂടാതെ MiG-41 5ാം തലമുറയിലെയും 6ാം തലമുറയിലെയും പോരാളികളുടെ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ളുമെന്നും സ്റ്റെൽത്ത് കഴിവുകൾ ഉൾപ്പെടെ പ്രതിരോധത്തിനായി ലേസർ പോലെയുള്ള നേരിട്ടുള്ള മിസൈൽ വിരുദ്ധ നടപടികൾ ഉപയോഗിക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇനി നമുക്ക് MiG-41നെ കുറിച്ചും അതിന്റെ വികസന യാത്രയെക്കുറിച്ചും കൂടുതൽ ആഴത്തിൽ പരിശോധിക്കാൻ ശ്രമിക്കാം. PAC-DP എന്നും അറിയപ്പെടുന്ന MiG-41 റഷ്യയുടെ അടുത്ത തലമുറ ഇന്റർസെപ്റ്ററിനെയും ഹെവി ഫൈറ്റർ എയർക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്നു. കാലപ്പഴക്കം ചെന്ന MiG-31 ഇന്റർസെപ്റ്റർ വിമാനത്തിന്റെ പിൻഗാമിയായാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ലഭ്യമായ റിപ്പോർട്ടുകൾ പ്രകാരം സൂപ്പർസോണിക് വേഗത, സ്റ്റെൽത്ത് ടെക്നോളജി, ബഹിരാകാശത്ത് പ്രവർത്തിക്കാനുള്ള ശേഷി എന്നിവ ഉൾപ്പെടെയുള്ള വിപുലമായ കഴിവുകളുടെ ഒരു ശ്രേണി MiG-41 ഉണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ദീർഘദൂര എയർ ടു എയർ മിസൈലുകളും ഹൈപ്പർസോണിക് ആയുധങ്ങളും ഉൾപ്പെടെയുള്ള നൂതന സെൻസറുകളും ആയുധ സംവിധാനങ്ങളും ഇത് സജ്ജീകരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നിലവിൽ 2025 ആദ്യ പറക്കൽ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നുവെങ്കിലും 2020കളുടെ മധ്യത്തിൽ MiG-41 സർവീസിൽ പ്രവേശിക്കുമെന്ന് മുൻപ് റഷ്യൻ വൃത്തങ്ങൾ സൂചന നൽകിയിരുന്നു. എന്നിരുന്നാലും ഈ സമയപരിധിയെ ചുറ്റിപ്പറ്റി കാര്യമായ സംശയങ്ങൾ ഉയർന്നുപോരുന്നു. പ്രത്യേകിച്ച് അതിമോഹമായ സാങ്കേതിക അവകാശവാദങ്ങളും റഷ്യൻ വ്യോമയാനത്തിന്റെ നിലവിലെ അവസ്ഥയും കണക്കിലെടുക്കുമ്പോൾ റഷ്യയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ പാശ്ചാത്യ ഉപരോധങ്ങൾ സൈനിക വ്യവസായത്തിനാവശ്യമായ വ്യോമയാന ഘടകങ്ങളും മൈക്രോ പ്രോസസറുകളും വാങ്ങുന്നത് വെല്ലുവിളിയാക്കിയിരുന്നു. 6ാം തലമുറ വിമാനം പോലെയുള്ള ഒരു നൂതന എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് വികസിപ്പിക്കുന്നതിന് നിരവധി അത്യാധുനിക സാങ്കേതിക മുന്നേറ്റങ്ങളും ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ഘടകങ്ങളും അത്യാവശ്യമാണ്. റഷ്യൻ വ്യവസായം നിലവിൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും നിലവിലുള്ള മോഡലുകൾക്കായി നിരവധി ഘടകങ്ങളെ ആശ്രയിക്കുന്നു എന്നതുകൂടാതെ ഉക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം ഗണ്യമായ സാമ്പത്തിക സ്രോതസ്സുകൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇത് റഷ്യയെ പോലെയുള്ള ഒരു വലിയ രാജ്യത്തിന് പോലും കാര്യമായ ഭാരം സൃഷ്ടിക്കുന്നു. തൽഫലമായി മറ്റു പല സൈനിക പദ്ധതികളും ഫണ്ടിംഗ് ക്ഷാമം കാരണം നിർത്തിവെക്കുകയും നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നതിന് നിലവിലുള്ള പഴയ വിമാനങ്ങൾ പുനഃക്രമീകരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു പോരുന്നു. ഇതൊക്കെയാണ് വിഷയങ്ങളെങ്കിലും MiG-41ൽ പരിവേഷണം ചെയ്യപ്പെടുന്ന നൂതനമായ ആശയങ്ങളിലൊന്ന് അതിവേഗ ഫ്ലൈറ്റിന്റെ സമയത്ത് ഉൽപ്പാദിപ്പിക്കുന്ന താപ ഊർജ്ജം ഓൺബോർഡ് ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ എനർജി ആയുധങ്ങൾക്കായി ഉപയോഗപ്പെടുത്തുന്നത് ഉൾപ്പെടുന്നു. MiG പദ്ധതികൾക്കായുള്ള റഷ്യയുടെ അതിമോഹ പദ്ധതികൾ യാഥാർത്ഥ്യമാകുകയാണെങ്കിൽ സ്റ്റാർ വാഴ്സിൽ നിന്നുമുള്ള ഡെത്ത് സ്റ്റാറിന്റെ കഴിവുകളുമായി താരതമ്യപ്പെടുത്താവുന്ന കഴിവുകൾ ഈ വിമാനത്തിന് ലഭിക്കും. എന്നിരുന്നാലും ഇത്തരം പ്രഖ്യാപനങ്ങളെ ഒരു പരിധിവരെ സംശയത്തോടെ സമീപിക്കേണ്ടത് അത്യാവശ്യമാണ്.
പ്രത്യേകിച്ചും റഷ്യയുടെ വ്യോമയാന മേഖല നേരിടുന്ന വെല്ലുവിളികൾ, നൈപുണ്യമുള്ള തൊഴിലാളികളുടെ കുറവും വ്യക്തമായ പിന്തുടർച്ചാ പദ്ധതികളുമില്ലാതെയുള്ള പ്രശ്നങ്ങൾ, പ്രശസ്തരായ ഡിസൈനർമാരുടെ നഷ്ടം എന്നിവ ഉൾപ്പെടെയുള്ളപ്പോൾ MiG-41 പദ്ധതി വിജയിക്കുന്നതിന് മറികടക്കേണ്ട സാങ്കേതിക തടസ്സങ്ങളെക്കുറിച്ച് കുറച്ച് ഓപ്പൺ സോഴ്സുകൾ വെളിച്ചം വീശിയിട്ടുണ്ട്. ഒരു പൾസ് ഡിറ്റണേഷൻ എഞ്ചിൻ വികസിപ്പിക്കുന്നതിലാണ് ഒരു സാധ്യതയുള്ള മുന്നേറ്റം നിലവിൽ കണ്ടുപോരുന്നത്. ഈ എഞ്ചിൻ ശ്രദ്ധേയമായ കാര്യക്ഷമത വാഗ്ദാനം ചെയ്യുന്നത് വഴി ഇന്ധന ഉപഭോഗം 75% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ടാക്കുകയും വിശാലമായ സ്പീഡ് ശ്രേണിയിൽ ഫലപ്രദമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് വിമാനം ഏകദേശം മാക് 5 വേഗതയിൽ എത്തുകയും ചെയ്യുന്നു. തുടക്കത്തിൽ 2013 പ്രഖ്യാപിച്ച MiG-41 പ്രോട്ടോടൈപ്പ് 2020 കന്നിപ്പറക്കലിനായി നിശ്ചയിച്ചിരുന്നു. എന്നാൽ നിലവിൽ പരിഷ്കരിച്ച കണക്കുകൾ സൂചിപ്പിക്കുന്നത് 2030 വരെ ഇവയ്ക്ക് പ്രവർത്തന സന്നദ്ധത കൈവരിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നതാണ്. റഷ്യ അതിന്റെ എയ്റോസ്പേസ് കഴിവുകൾ സംബന്ധിച്ച് സമ്മർദ്ദകരമായ തീരുമാനങ്ങൾ അഭിമുഖീകരിക്കുന്നു. MiG-41 പോലെയുള്ള നൂതനമായ ഇന്റർസെപ്റ്റ് യുദ്ധവിമാനങ്ങളില്ലെങ്കിൽ ഒരു ദശാബ്ദത്തിനുള്ളിൽ റഷ്യയുടെ വ്യോമാതിർത്തിയുടെ നിർണായക ഭാഗങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെടുമെന്ന് കരുതപ്പെടുന്നു. MiG-41 പ്രാധാന്യം അതിന്റെ വിപ്ലവകരമായ രൂപകൽപ്പനയിൽ മാത്രമല്ല, സമയം കുറവായതിനാൽ റഷ്യയുടെ നിലവിലുള്ള പ്രതിരോധശേഷി നിലനിർത്തുന്നതിലുമാണ്. ഇനി നമുക്ക് MiG-41 കുറിച്ചുള്ള ചില സുപ്രധാന പോയിന്റുകളൊന്ന് നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി ഉദ്ദേശം. പ്രധാനമായും ഹൈപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കുന്ന ശത്രുവിമാനങ്ങൾ, ഡ്രോണുകൾ, മിസൈലുകൾ എന്നിവയെ ഇടപഴകാനും നശിപ്പിക്കാനും ഉദ്ദേശിച്ചുള്ള ഒരു ഇന്റർസെപ്റ്റർ എന്ന നിലയിലാണ് MiG-41 രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വികസിത ഭീഷണികളിൽ നിന്നും റഷ്യൻ വ്യോമാതിർത്തി സംരക്ഷിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന പങ്ക്. രണ്ടാമതായി വേഗതയും പ്രവർത്തനക്ഷമതയും. MiG-41 നിർവചിക്കുന്ന സവിശേഷതകളിലൊന്ന് അതിന്റെ പ്രൊജക്ട് ചെയ്ത വേഗതാ കഴിവുകളാണ്. മാക് 4 വേഗത കൈവരിക്കാൻ ഇതിന് കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതിനാൽ ഇതൊരു ഹൈപ്പർസോണിക് വിമാനമായി മാറുകയും അതിവേഗ ഭീഷണികളെ തടയുന്നതിന് ഈ വേഗത നിർണായകമാണെന്ന് കരുതപ്പെടുകയും ചെയ്യുന്നു. മൂന്നാമതായി സ്റ്റെൽത്ത് കഴിവുകളും ഏവിയോണിക്സും. പ്രോജക്റ്റിന്റെ ക്ലാസിഫൈഡ് സ്വഭാവം കാരണം അതിന്റെ സ്റ്റെൽത്ത് ഫീച്ചറുകളെക്കുറിച്ചും ഏവിയോണിക് സൂട്ടിനെക്കുറിച്ചുമുള്ള പ്രത്യേക വിശദാംശങ്ങൾ വ്യാപകമായി വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും MiG-41 നൂതന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യകളും അത്യാധുനിക റഡാറും മെച്ചപ്പെടുത്തിയ സാഹചര്യ അവബോധത്തിനും ടാർഗറ്റ് ഏറ്റെടുക്കലിനുമായുള്ള സെൻസർ പാക്കേജും ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. നാലാമതായി രൂപകൽപ്പനയും വികസനവും. MiG-41 പദ്ധതി റഷ്യയുടെ സൈനിക വ്യോമയാന ശേഷികൾ നവീകരിക്കാനുള്ള വിപുലമായ ശ്രമങ്ങളുടെ ഭാഗമാണ്. ഹൈസ്പീഡ് ഫ്ലൈറ്റിനായി ഒപ്റ്റിമൈസ് ചെയ്ത മികച്ച രൂപകൽപ്പനയും എക്സ്ട്രീം വെലോസിറ്റി കൈകാര്യം ചെയ്യുന്നതിനുള്ള അഡ്വാൻസ്ഡ് എയറോഡൈനാമിക്സും വിമാനത്തിനുണ്ടായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. അഞ്ചാമതായി ടൈം ലൈൻ. 2022 കണക്കനുസരിച്ച് MiG-41 ഇപ്പോഴും വികസന ഘട്ടത്തിൽ തുടരുന്നു. സൈനിക പദ്ധതികളുടെ തരംതിരിച്ച സ്വഭാവം കാരണം ഇതിന്റെ ഉൽപാദന സമയക്രമം, വിന്യാസം, നിർദ്ദിഷ്ട സാങ്കേതിക സവിശേഷതകൾ എന്നിവയെക്കുറിച്ചുള്ള വ്യക്തമായ വിശദാംശങ്ങൾ പരിമിതമായിരുന്നു. ആറാമതായി അന്തർദേശീയ താൽപര്യം. ഒരു അത്യാധുനിക ഇന്റർസെപ്റ്റർ പ്ലാറ്റ്ഫോം എന്ന നിലയിൽ അതിന്റെ സാധ്യതകൾ കാരണം MiG-41 റഷ്യയിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധയാകർഷിച്ചു. എന്നിരുന്നാലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതുവരെ അല്ലെങ്കിൽ പ്രോജക്റ്റ് കൂടുതൽ പുരോഗമിക്കുന്നതുവരെ പല വിശദാംശങ്ങളും ഊഹങ്ങളായി തന്നെ തുടരും.